ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ 4 ആഴ്ചയോളം അടിച്ചു പൊളിച്ച് പ്രചരണം നടത്തി എല്ലാ മുന്നണികളും ഇന്ന് അതിന്റെ പോളിംഗ് ദിവസമായിരുന്നു. എന്തായാലും വമ്പിച്ച പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. കേരളവും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടന്ന ആസാമിലും പുതുച്ചേരിയിലും നല്ല പോളിംഗ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 6 മണി വരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 77.45 കേരളത്തിൽ. അപ്പോൾ അത് ഇനി 80ന്റെ അടുത്തേക്ക് എന്തായാലും മുകളിലേക്ക് പോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അന്തിമ കണക്ക് വരാനുണ്ട്. അതിനുശേഷം മറ്റേ 6 മണിക്ക് മുന്നേ എത്തി കോമ്പൗണ്ടിന്റെ അടുത്ത് കടന്നവർക്ക് ടോക്കൺ കൊടുക്കും. അവരുടെ വോട്ട് ഒക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ എന്തായാലും 80ന് മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തും. കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടന്ന ആസാമിലും പോണ്ടിച്ചേരിയിലും പുതുച്ചേരിയിലും 84-86 യഥാക്രമം പോളിംഗ് നടന്നു എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണ് ഇത്ര കൂടുതൽ പോളിംഗ് ശതമാനം കൂടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ പറയാൻ കഴിയും. അത് വോട്ടർ ലിസ്റ്റിന്റെ വോട്ടർ പട്ടിക ശുദ്ധീകരണം തന്നെയാണ്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തന്നെയാണ് ഇത്രയും പോളിംഗ് വരാൻ കാരണം മരിച്ചവരെയെല്ലാം ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും അതുപോലെ തന്നെ കല്യാണം കഴിച്ചു പോയവരും ഒക്കെ സ്ഥലം മാറിയവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 റിപ്പീറ്റ് വരുന്നതൊക്കെ ഒഴിവാക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ, കാരണം ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും വേറെ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെട്ടാതെ തന്നെ മറ്റു സ്ഥലത്ത് വോട്ട് ചേർക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പഴയ സ്ഥലത്ത് വോട്ടുള്ളത് തന്നെ ആർക്കും അറിയില്ലായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കപ്പെട്ടു. പിന്നെ സ്ഥലം വിറ്റ് പോകുന്നവർ, വീട് വിറ്റ് പോകുന്നവരൊക്കെ വോട്ടുകൾ കാലങ്ങളോളം അവിടെ കിടക്കും. അതൊക്കെ ശുദ്ധീകരിച്ചപ്പോഴാണ് കൃത്യമായ ലിസ്റ്റിലുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ, സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളത്. മറ്റത് എവിടെ നിൽക്കട്ടെ, വെട്ടിപ്പോയതും ഇതും ഒന്നിന്റെ കണക്കല്ല ഈ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് അനുസരിച്ച് ഉള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ അവിടെ സ്ഥിരതാമസക്കാരാണ് ഇപ്പോൾ ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. ആ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ശതമാനമാണ് ഇപ്പോൾ ഇത്രയും അധികം ശതമാനം വരാൻ കാരണം. ഇതിൽ തന്നെ പ്രവാസ ലോകത്തും മറ്റുള്ള സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാരുടെ വോട്ട് വളരെ കുറവേ രേഖപ്പെടുത്താൻ സാധ്യതയുള്ളൂ. കാരണം ഉയർന്ന ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യാൻ കൂടുതൽ എക്സ്പെൻസ് വരുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാർ എത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. ഇതുകൊണ്ടും തന്നെയാണ് ഒരു 10-15% ബാക്കി നിൽക്കുന്നത്. ബാക്കി ഇതിനു ശേഷം, ഈ ശുദ്ധീകരണത്തിന് ശേഷം മരിച്ചവരും ഒക്കെ ആയിരിക്കും ഇനി ഈ ശതമാനത്തിലെ കുറവ് ഇതിലുണ്ടാവുക. ബാക്കിയുള്ള എല്ലാവരും വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഇത്രയും ഉയർന്ന ശതമാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഉയർന്ന ശതമാനത്തിന്റെ കാരണം വോട്ട് ലിസ്റ്റ് ശുദ്ധീകരണം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഇപ്പോൾ 77.45% ഇനിയും അത് 6 മണി വരെയുള്ള കണക്കാണ്. ഇനിയും അത് കൂടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും 80ന്റെ മേലേക്ക് പോകും. ആസാമിലും പുതുച്ചേരിയിലും ഒക്കെ 84 യഥാക്രമം 84-86 ഒക്കെ ആണെങ്കിലും അതും ഇനിയും ഉയരങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഔദ്യോഗിക കണക്ക് വരുമ്പോൾ, ഏതായാലും ഔദ്യോഗിക കണക്ക് കമ്മീഷൻ സൈറ്റിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. ഏതായാലും ഉയർന്ന പോളിംഗിന്റെ കാരണം വോട്ടർ പട്ടിക ശുദ്ധീകരണം തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ഏതായാലും 25 നാൾ കാത്തിരിക്കാം. ഉയർന്ന പോളിംഗിന്റെ ഗുണം ഏത് മുന്നണിക്കാണ് ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് ഏതായാലും നമുക്ക് 25 ദിവസം കാത്തിരിക്കാം. അപ്പോൾ ഉയർന്ന പോളിംഗിന്റെ പ്രധാന കാരണം ഈ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തന്നെയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുക. നന്ദി, നമസ്കാരം.